Hello everyone, I am Tasni. Welcome to Tasni's Way. ലിംഗ്വിസ്റ്റിക്സ് പേപ്പറിലെ 4th മൊഡ്യൂളിൽ പാർട്ട് 2 വീഡിയോ ആണിത്. സോ ഓൾറെഡി നമ്മൾ പാർട്ട് 1 നോക്കിയിട്ടുണ്ട്, ഇത് പാർട്ട് 2 ആണ്. സോ അതിൽ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂ ഇംഗ്ലീഷസ് ആണ്. The term New Englishes stands for the large number of varieties of English which are different in their linguistic features and use from the British and American standards. New Englishes are spoken mainly in the former British colonies, chiefly in South Asia, Southeast Asia, West Africa and East Africa. സോ ന്യൂ ഇംഗ്ലീഷസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ന്യൂ ഇംഗ്ലീഷസ് എന്ന് പറയുന്നത് large number of varieties of English which are different in their linguistic features and used from the British and American standards. നമ്മൾ ഇംഗ്ലീഷ് പൊതുവെ ബ്രിട്ടീഷ് ലാംഗ്വേജിൽ നിന്നും അതുപോലെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷിൽ നിന്നും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നിന്നും അമേരിക്കൻ ഇംഗ്ലീഷിൽ നിന്നുമുള്ള ഇംഗ്ലീഷാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇംഗ്ലീഷിൽ നിന്നും യൂസ് ചെയ്യുന്ന ഒരു ലാർജ് നമ്പർ ഓഫ് വെറൈറ്റീസ് ആക്കി ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടേതായിട്ടുള്ള ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ന്യൂ ഇംഗ്ലീഷസ് എന്ന് പറയുക. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് അത് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആയിരിക്കാം അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കാം ഫോളോ ചെയ്യുന്നത്. പക്ഷേ എങ്കിലും നമ്മുടേതായിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ മാറ്റും, ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റിയിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതിനാണ് ന്യൂ ഇംഗ്ലീഷസ് എന്ന് പറയുക. യഥാർത്ഥ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷ് അതേ സ്റ്റാൻഡേർഡല്ല നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ന്യൂ ഇംഗ്ലീഷസ് എന്ന് പറയാം. ന്യൂ ഇംഗ്ലീഷസ് ആർ സ്പോക്കൺ മെയിൻലി ഇൻ ദ ഫോമർ ബ്രിട്ടീഷ് കോളനീസ്. ഈ ന്യൂ ഇംഗ്ലീഷസ് സംസാരിക്കുന്ന എവിടേക്കാണ്? ഫോമർ ബ്രിട്ടീഷ് കോളനീസിൽ. ബ്രിട്ടീഷുകാർ കോളനൈസ് ചെയ്ത ആ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇത് സംസാരിക്കേണ്ടത്. അതുപോലെ തന്നെ സൗത്ത് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്ക അങ്ങനെയുള്ളവിടേക്കാണിത് സംസാരിക്കുന്നത്. New varieties of English can also develop due to the reasons such as migration, diaspora, adoption of new technology, or the popularization of English movies and other media. സോ പുതിയ വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം, എങ്ങനെ അത് ഉണ്ടാവാം എന്നുള്ള റീസൺ നോക്കുകയാണെങ്കിൽ മൈഗ്രേഷൻ അല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തിൽ കുടിയേറുന്ന അങ്ങനെ, അല്ലെങ്കിൽ ഡയസ്പോറ, അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഓർ പോപ്പുലറൈസേഷൻ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ അതർ മീഡിയ, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് എന്താവാം പുതിയ വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദീസ് വെറൈറ്റീസ് ഷോ എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ലാംഗ്വേജസ് ഒറിജിനലി സ്പോക്കൺ ഇൻ ദോസ് റെസ്പെക്റ്റീവ് റീജിയൻസ്. മേജർ ലിംഗ്വിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂ ഇംഗ്ലീഷസ് ആർ ദ ഫോളോയിങ്. സോ ന്യൂ ഇംഗ്ലീഷസിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. ഒന്നാമത്തത്, ദേ ഹാവ് ഡെവലപ്ഡ് ത്രൂ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെയാണ് ഈ ന്യൂ ഇംഗ്ലീഷസ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത്, ദേ ഹാവ് ഡെവലപ്ഡ് ഇൻ ദ ഏരിയാസ് വേർ എ നേറ്റീവ് വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ് ഈസ് നോട്ട് ദ ലാംഗ്വേജ് സ്പോക്കൺ ബൈ മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ. പിന്നെ ഈ ന്യൂ ഇംഗ്ലീഷസ് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെയാണത്? ഏരിയാസ് വേർ എ നേറ്റീവ് വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ് ഇസ് നോട്ട് ദ ലാംഗ്വേജ് സ്പോക്കൺ ബൈ ദ മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ. മോസ്റ്റ് ഓഫ് ദ പോപ്പുലേഷൻ സംസാരിക്കുന്ന ആ ഒരു ലാംഗ്വേജിൻ്റെ വെറൈറ്റി അല്ല അവിടെയുള്ള നേറ്റീവ് വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഏരിയയിൽ മാത്രം അങ്ങനെയുള്ള ഏരിയയിലാണ് ഇത് ഡെവലപ്പ് ആവുന്നത്. തേർഡ് വൺ, ദേ ആർ യൂസ്ഡ് ഫോർ എ റേഞ്ച് ഓഫ് ഫങ്ഷൻസ് എമംഗ് ദോസ് ഹു സ്പീക്ക് ഓർ റൈറ്റ് ദം ഇൻ ദോസ് ഏരിയാസ്. സോ ഇവർ ഈ ന്യൂ ഇംഗ്ലീഷസ് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ those who speak or write in them in those areas, ആ പ്രത്യേകതരം പെർട്ടിക്കുലർ ഏരിയാസിൽ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന അവിടെ ഫങ്ഷൻ ആ റേഞ്ചിൽ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. നാലാമത്തത്, they have become localized or nativized by adopting some language features of their own. സോ ലോക്കലൈസ്ഡ് ആവുക അല്ലെങ്കിൽ നേറ്റീവൈസ്ഡ് ആവുക, ആ ഒരു പെർട്ടിക്കുലർ നേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ലോക്കലിൻ്റെ അവർ ആ ഒരു ലാംഗ്വേജിൻ്റെ ഫീച്ചറായിട്ട് തന്നെ മാറണം. അങ്ങനെയുള്ളതാണ് ന്യൂ ഇംഗ്ലീഷസ് ആയിട്ട് വരുന്നത്. ദ മേജർ ഓഫ് എക്സാമ്പിൾസ് ഓഫ് ന്യൂ ഇംഗ്ലീഷസ് ആർ സെൻട്രൽ ഇന്ത്യൻ ഇംഗ്ലീഷ്, നൈജീരിയൻ ഇംഗ്ലീഷ്, സിംഗപ്പൂർ ഇംഗ്ലീഷ് എക്സെട്ര. നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാവരും സംസാരിക്കുന്നത് എന്താണ്? ന്യൂ ഇംഗ്ലീഷ് തന്നെയാണ്. അല്ലാതെ പഴയ ബ്രിട്ടീഷ് ഇംഗ്ലീഷോ അമേരിക്കൻ ഇംഗ്ലീഷോ അതേപടിയൊന്നുമല്ല നമ്മൾ ഫോളോ ചെയ്ത് സംസാരിക്കുന്നത്. നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിമുട്ടിയൊക്കെയാണ് സംസാരിക്കുന്നത്. സോ ഇതിന് തന്നെയാണ് ന്യൂ ഇംഗ്ലീഷസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഈ ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നൈജീരിയൻ ഇംഗ്ലീഷും സിംഗപ്പൂർ ഇംഗ്ലീഷും ഒക്കെ ഇതിൽ പെട്ടതാണ്. They are often learned as second language or foreign language in the regions in which they are spoken. സോ നമ്മളൊക്കെ ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് അല്ലേ. ദീസ് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ആർ ഫ്രീക്വൻലി റിഗാർഡഡ് ആസ് നോൺ സ്റ്റാൻഡേർഡ് ബൈ ഔട്ട്സൈഡേഴ്സ്, എസ്പെഷ്യലി ബൈ ദ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? നമ്മൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നതെന്നാണ്. പക്ഷേ
ശരിക്കുള്ള നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഇംഗ്ലീഷ്, ഓക്കെ, അമേരിക്കാസ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ അങ്ങനെയുള്ള അവർക്കൊക്കെ എന്താണ് ഇത് നോൺ സ്റ്റാൻഡേർഡ് ഭാഷ തന്നെയാണ്. ഓക്കെ, നമ്മളായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അവർക്കിതെന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് നോൺ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷാണ്. ഓക്കെ, പക്ഷെ നമുക്ക് എന്താണ്, ഇതാണ് ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു പേപ്പറിൽ ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത്. അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും ഒന്നും അല്ലാതെ പുതിയതായിട്ട് നമ്മളായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഭാഷയാണ് ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ഈ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. പുറത്ത് പോയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല വേർഡ്സും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതൊന്നും അറിയില്ല. നമ്മൾ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞിട്ടാണ് പറയുക, പക്ഷേ അവർക്ക് അത് ഇംഗ്ലീഷ് അല്ലാതാണ്. അപ്പോൾ അത് നോൺ സ്റ്റാൻഡേർഡ് ആണെന്നാണ് പറയുന്നത്. അടുത്തത് കോർപ്പസ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. കോർപ്പസ് ലിംഗ്വിസ്റ്റിക്സ് ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മെത്തഡോളജീസ് ഇൻ ദ കണ്ടംപററി ലിംഗ്വിസ്റ്റിക്സ്. It is a study of language based on large collections of real-life language use stored in corpora or corpuses, computerized database created for linguistic research. സോ കോർപ്പസ് ലിംഗ്വിസ്റ്റിക് എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോയിങ് മെത്തഡോളജീസിൽ കണ്ടംപററി ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് അതിനെയാണ് പറയുന്നത്. അതെന്ന് പറയുന്നത് ഒരു സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ബേസ്ഡ് ഓൺ ലാർജ് കളക്ഷൻസ് ഓഫ് റിയൽ ലൈഫ് ലാംഗ്വേജ് യൂസ് സ്റ്റോർഡ് ഇൻ കോർപ്പറ, അതായത് കോർപ്പസസിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റാ ബേസിൽ ലിംഗ്വിസ്റ്റിക്സ് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു റിയൽ ലൈഫ് കളക്ഷൻസ് ആണ്. ലാംഗ്വേജിൻ്റെ ഒരു റിയൽ ലൈഫ് ലാർജ് കളക്ഷൻസിൻ്റെ പഠനത്തെയാണ് എന്ന് പറയുന്നത് കോർപ്പസ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. A computer corpus is a large body of machine readable text. കമ്പ്യൂട്ടർ കോർപ്പസ് എന്ന് പറയുന്നത് ലാർജ് ബോഡി ഓഫ് മെഷീൻ റീഡബിൾ ടെക്സ്റ്റ് ആണ്. ഓക്കെ, മെഷീൻ തന്നെ ടെക്സ്റ്റ് റീഡബിൾ ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അടുത്തത് പ്രാഗ്മാറ്റിക്സ് ആണ്. Pragmatics deals with the way the meaning and utterance may be influenced by its speakers or hearers who interpret it in context. It also deals with matters such as the difference between a set of isolated sentences and a text, how a word is interpreted in different contexts, and how a conversation is managed so that the participants feel comfortable with their interaction. അടുത്ത ടോപ്പിക് പ്രാഗ്മാറ്റിക്സ് ആണ്. പ്രാഗ്മാറ്റിക്സ് deals with the way the meaning of an utterance may be influenced by its speakers or hearers who interpret it in context. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ കേൾക്കുന്ന ആളോ ഇൻറ്റർപ്രറ്റ് ചെയ്യുക, അതിനെ മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു രീതിനെ അതിൻ്റെ മീനിങ് കൺവേ ചെയ്യുന്ന, അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെയാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഡീൽസ് വിത്ത് മാറ്റേഴ്സ് സച്ച് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സെറ്റ് ഓഫ് ഐസൊലേറ്റഡ് സെൻറ്റൻസസ് ആൻഡ് എ ടെക്സ്റ്റ്, how a word is interpreted in different contexts, and how a conversation is managed so that the participants feel comfortable with the interaction. So ഒരു വേർഡ് തന്നെ പല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റും പല സന്ദർഭത്തിൽ, അല്ലേ? ഇപ്പോൾ നമ്മൾ ഹോമോഫോൺസും ഹോമനീംസും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു വേർഡിന് തന്നെ പല അർത്ഥങ്ങളുണ്ടാവും. ഓരോ സന്ദർഭം അനുസരിച്ച് ആ അർത്ഥം മാറും, അല്ലേ? ഇപ്പോൾ ബാങ്ക് എന്ന് പറയുമ്പോൾ റിവർ ബാങ്കും ഉണ്ട്, അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഉള്ള ബാങ്കും ഉണ്ട്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും ഒരേ വേർഡ് തന്നെയാണ്, പക്ഷേ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ എന്താണ് മീനിങ്സ് ഡിഫറെൻ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സിനും അങ്ങനെയുള്ള സെൻറ്റൻസിലും ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പ്രാഗ്മാറ്റിക്സ് ഉള്ളത്. ഇറ്റ് ഫോക്കസസ് ഓൺ കോൺവെർസേഷണൽ implicators, that is what a speaker implies and what a listener infers. സോ ഇത് ഫോക്കസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു സ്പീക്കർ എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത് ആൻഡ് ഒരു ലിസണർ എന്താണ് ഇൻഫർ ചെയ്യുന്നത്. ഒരാൾ എന്താണ് ഉദ്ദേശിച്ച് പറയുന്നത്, അത് കേൾക്കുന്ന ആൾ എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഇറ്റ് കൺസിഡേഴ്സ് ലാംഗ്വേജ് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇൻട്രാക്ഷൻ, വാട്ട് പീപ്പിൾ മീൻ വെൻ ദേ യൂസ് ലാംഗ്വേജ് ആൻഡ് ഹൗ വി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. സോ ഇത് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ ഇൻട്രാക്ഷൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പരസ്പരം സഹായിക്കുന്ന ഒരു ടൂളായിട്ടാണ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് ഈ ലാംഗ്വേജിന് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വാട്ട് പീപ്പിൾ മീൻ വെൻ ദേ യൂസ് ലാംഗ്വേജ് ആൻഡ് ഹൗ വി കമ്മ്യൂണിക്കേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ. എങ്ങനെയാണ് നമ്മൾ എന്ത് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രാഗ്മാറ്റിക്സ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ലെക്സിക്കോളജി. ലെക്സിക്കോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ദാറ്റ് സ്റ്റഡീസ് ദ സ്റ്റോക്ക് ഓഫ് വേർഡ്സ് ഓർ ലെക്സിക്കൺ ഇൻ എ ഗിവൺ ലാംഗ്വേജ്. ലെക്സിക്കോളജി എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആണ് ദാറ്റ് സ്റ്റഡീസ് ദ സ്റ്റോക്ക് ഓഫ് വേർഡ്സിൻ്റെ കുറിച്ചുള്ളതും അതുപോലെ തന്നെ ലെക്സിക്കണും ഒരു ഗിവൺ ലാംഗ്വേജസിലുള്ള ലെക്സിക്കൻ അഥവാ വേർഡ്സിൻ്റെ സ്റ്റോക്സിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് എന്ത് ലെക്സിക്കോളജി എന്ന് പറയുക. ദ ടേം ലെക്സിക്കോളജി ഡിറൈവ്ഡ് ഫ്രം എ കോമ്പിനേഷൻ ഓഫ് ദ ഗ്രീക്ക് വേർഡ്സ് ലെക്സിസ് വിച്ച് മീൻസ് വേർഡ് ആൻഡ് ലോഗോസ് വിച്ച് മീൻസ് ലേണിംഗ്. സോ ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള ലെക്സിസ് ആൻഡ് ലോഗോസ് എന്നുള്ള രണ്ട് വാക്കുകൾ
തമ്മിൽ ചേർന്നിട്ടാണ് ലെക്സിക്കോളജി എന്ന് ഫോം ആയിട്ടുള്ളത്. ലെക്സിസ് മീൻസ് വേർഡ് ആൻഡ് ലോഗോസ് മീൻസ് ലേണിംഗ്. Lexicology considers words as the principal units of language and examines the grammatical, phonetical and stylistical features of words. So, ഈ ഒരു lexicology considers ചെയ്യുന്നത് വേർഡ്സ് ആസ് എ പ്രിൻസിപ്പൽ യൂണിറ്റ്സ് ഓഫ് ലാംഗ്വേജ് ആൻഡ് എക്സാമിൻസ് ദ ഗ്രാമറ്റിക്കൽ, ഫോണറ്റിക്കൽ ആൻഡ് സ്റ്റിലിസ്റ്റിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വേർഡ്സ്. ഇവർ വേർഡ്സിനെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ വേർഡ്സിനെയാണ് ഏറ്റവും പ്രിൻസിപ്പൽ ആയിട്ടുള്ള യൂണിറ്റ് ആയിട്ട്, ലാംഗ്വേജിൻ്റെ പ്രിൻസിപ്പൽ യൂണിറ്റ് ആയിട്ട് വേർഡ്സിനെയാണ് ഇവർ കൺസിഡർ ചെയ്തുകൊണ്ട് വേർഡ്സിനെയാണ് ഇവർ എക്സാമിൻ ചെയ്ത് ഗ്രാമറ്റിക്കലിയും ഫോണറ്റിക്കലിയും സ്റ്റിലിസ്റ്റിക്കലിയും എല്ലാ ഫീച്ചേഴ്സും വേർഡ്സിനെയാണ് ഇവർ ഇൻവോൾവ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് വൊക്കാബുലറി ഇൻ ഓൾ ആസ്പെക്ട്സ്. വൊക്കാബുലറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഇത് എല്ലാ ആസ്പെക്ട്സിലും ചെയ്യുന്നത്. മീനിങ് ഓഫ് വേർഡ്സ്, ഹൗ വേർഡ്സ് റിലേറ്റ് ടു വൺ അനദർ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൊക്കാബുലറി ആൻഡ് അതർ ലെവൽസ് ഓഫ് ലാംഗ്വേജ് സച്ച് ആസ് ഫോണോളജി, മോർഫോളജി ആൻഡ് സിൻടാക്സ് എക്സെട്ര. സോ വൊക്കാബുലറി ആണ് ഇത് എല്ലാ ആസ്പെക്ട്സിലും ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ വേർഡ്സിൻ്റെ മീനിങ്സ്, അതുപോലെ തന്നെ വേർഡ്സ് എങ്ങനെയാണ് ഒന്നിനോടൊന്നായി റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൊക്കാബുലറി ആൻഡ് അതർ ലെവൽസ് ഓഫ് ലാംഗ്വേജ്. അപ്പോൾ വൊക്കാബുലറി തമ്മിലുള്ള അതിൻ്റെ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ മറ്റ് പദങ്ങളായിട്ടുള്ള അപ്പോൾ ഫോണോളജി, മോർഫോളജി, സിൻടാക്സ് ഇതെല്ലാം നമ്മൾ പഠിച്ചാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പഠിക്കുന്നത്. ഇതിൻ്റെ ഒരു പഠനം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അടുത്തത് അമേരിക്കനൈസേഷൻ ആണ്. Americanization in linguistics refers to the influence of the distinctive lexical and grammatical forms of American language on other varieties of English language. സോ അമേരിക്കനൈസേഷൻ എന്ന് പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ലെക്സിക്കൽ, അതുപോലെ തന്നെ ഗ്രാമറ്റിക്കൽ ഫോംസ് ഒക്കെ മറ്റ് ഭാഷകളിൽ, മറ്റ് വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നതിനെ അതിനെയാണ് അമേരിക്കനൈസേഷൻ എന്ന് പറയുക. അപ്പോൾ അമേരിക്കൻ ലാംഗ്വേജിൻ്റെ ഒരു ഇത് നമ്മളെന്താ ബാക്കി ലാംഗ്വേജസിൽ ഇംഗ്ലീഷിൽ തന്നെ ബാക്കിയുള്ള വെറൈറ്റീസ് ഓഫ് ഇംഗ്ലീഷിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്ത് വരിക, അതിനെയാണ് അമേരിക്കനൈസേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലിംഗ്വിസ്റ്റിക് അമേരിക്കനൈസേഷൻ. ലിംഗ്വിസ്റ്റിക് അമേരിക്കനൈസേഷൻ എന്നും ഇതിനെ പറയുന്നുണ്ട്. സോ നമ്മുടെ 4th മൊഡ്യൂളിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ടോപ്പിക്സ്. സോ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടാം. അതുപോലെ തന്നെ ബിസിനസ് ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി കുറേ പേര് പറയുന്നത് എന്തായാലും ചെയ്യും, ഉറപ്പാണ് ചെയ്യാം. ഓക്കെ.